നമ്മളിൽ പലരും ഒരു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്താൽ ബാങ്കോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ നമുക്ക് തരണമെന്നില്ല അല്ലേ. പല ഫാക്ടേഴ്സ് ഉണ്ട് നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് തരണമോ വേണ്ടിയോ എന്നൊരു ബാങ്കോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ നിർണ്ണയിക്കുന്നത് പല ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. എന്നാൽ ഇപ്പോൾ നമ്മുടെ ചില ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ചില റിലേറ്റീവ്സ് ഒക്കെ ഒരു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്താൽ അവർക്ക് ചിലപ്പം ക്രെഡിറ്റ് ലിമിറ്റ് 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം 6 ലക്ഷം ഒരുപാട് പൈസ വരെ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ബാങ്ക് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ക്രെഡിറ്റ് സ്കോർ നിർണ്ണയിക്കുന്നത് അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് നിർണ്ണയിക്കുന്നത് എന്നൊക്കെയുള്ള പല കാരണങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഈ വീഡിയോ. നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻഡെപ്ത് ആയിട്ട് ഒരു ക്രെഡിറ്റ് അനാലിസിസ് അല്ലെങ്കിൽ ഡെപ്റ്റ് മാനേജ്മെന്റിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഹെൽത്തിനെ കൂടുതലായിട്ട് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യുന്നൊരു വീഡിയോ ആയിരിക്കും ഇത്. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ബിസിനസ്, ട്രേഡിംഗ്, ഇൻവെസ്റ്റിംഗ്, പേഴ്സണൽ ഫിനാൻസ് പോലെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കീ ടോപ്പിക്സ് ആയിരിക്കും നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി നമ്മൾ പറയുകയാണ്. അപ്പം എന്താണ് ഒരു ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത്? ക്രെഡിറ്റ് സ്കോർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മളൊരു ഡെഫിനിഷൻ പോലെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. എ ക്രെഡിറ്റ് സ്കോർ ഈസ് എ 3-digit നമ്പർ ദാറ്റ് റിഫ്ലക്ട്സ് യുവർ ക്രെഡിറ്റ് വർത്തിനെസ് ബേസ്ഡ് ഓൺ യുവർ ഫൈനാൻഷ്യൽ ബിഹേവിയർ. അതായത് നിങ്ങളിപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ബോറോഡ് മണി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ബാങ്ക് ആവാം, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകാം, അല്ലെങ്കിൽ മറ്റ് പല കമ്പനീസ് കൂടി ആയേക്കാം. അതായത് ഇപ്പം നിങ്ങൾ ഒരു ബോറോഡ് മണി, അതായത് നിങ്ങൾ ഒരു കടം വാങ്ങുന്ന പൈസ, ഓക്കെ, ആ കടം വാങ്ങുന്ന പൈസ നിങ്ങൾ ആ പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിശ്വാസ്യത ഉണ്ടാവില്ലേ, ക്രെഡിറ്റ് വർത്തിനെസ്, അതിനെയാണ് ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത്. അതിന് നമ്പർ ഫോർമാറ്റിൽ പറയുന്നതാണ് ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത്. ആ ക്രെഡിറ്റ് സ്കോർ തന്നെ പല റേഞ്ചസിലായിട്ട് കാറ്റഗറൈസ് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ബിലോ പുവർ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് 550 താഴെയാണ്. ആവറേജ് ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് 550 മുതൽ 650 ആണ്. ഓൺ ആൻ ആവറേജ് ഗുഡ് ആണെങ്കിൽ 650 മുതൽ 750 റേഞ്ചാണ് വരുന്നത്. എക്സലൻ്റ് ആണെങ്കിൽ 750 ആൻഡ് എബവ് ആണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ ചോദിക്കും എങ്ങനെയാണ് എൻ്റെ ക്രെഡിറ്റ് സ്കോർ അറിയാൻ പറ്റുക എന്നുള്ളത്. വളരെ സിമ്പിളാണ്. നിങ്ങൾ ഗൂഗിളിൽ പോവുക, ക്രെഡിറ്റ് സ്കോർ കാൽക്കുലേറ്റർ എന്ന് ജസ്റ്റ് നിങ്ങൾ അടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒന്നിക്കൽ സിബിൽ സ്കോറിൻ്റെ വരും, അല്ലെങ്കിൽ എക്സ്പീരിയൻ്റെ വരും, അല്ലെങ്കിൽ ഒട്ടുമിക്ക ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻസും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ക്രെഡിറ്റ് സ്കോർ നോക്കേണ്ടത് എന്നുള്ളത്. വളരെ സിമ്പിളാണ്. നിങ്ങളുടെ പാൻ നമ്പർ കൊടുക്കുക, മറ്റ് ചെറിയ ഡീറ്റെയിൽസ് ചോദിക്കും, അതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും ക്രെഡിറ്റ് സ്കോർ എങ്ങനെയാണ് എന്നുള്ളത്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ പുവർ ആണോ, അല്ലെങ്കിൽ ഫെയർ ആണോ, ഗുഡ് ആണോ, വെരി ഗുഡ് ആണോ, ഇനി എക്സലൻ്റ് ആണോ എന്നുള്ളത്. എക്സലൻ്റ് ഒക്കെ ആണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ചെറിയ ഇൻട്രസ്റ്റ്, നിങ്ങൾക്ക് ഹൈ എമൗണ്ട് ഓഫ് ലോണൊക്കെ കിട്ടും. ബാങ്കിന് എത്രത്തോളം വിശ്വാസ്യതയായിരിക്കും നിങ്ങൾ പൈസ ബാങ്കിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചടക്കും എന്നുള്ളത് ബാങ്ക് അത്രത്തോളം എന്താ പറയുക വിശ്വാസപ്പെട്ടിരിക്കും നിങ്ങളോട്. ഓക്കെ, why is your credit score important? ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ക്രെഡിറ്റ് സ്കോർ എന്താണ് ഇത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. ഗുഡ് ക്രെഡിറ്റ് സ്കോറും സംസാരിക്കുന്നുണ്ട്, പുവർ ക്രെഡിറ്റ് സ്കോറും സംസാരിക്കുന്നുണ്ട്. ഒരു നല്ല ക്രെഡിറ്റ് സ്കോർ, ഗുഡ് ക്രെഡിറ്റ് സ്കോർ ഉള്ള ഒരാളാണ് എങ്കിൽ അവർക്ക് കൂടുതലായിട്ടും വളരെ എളുപ്പത്തിൽ ലോൺ അപ്രൂവ് ചെയ്ത് കിട്ടും. അതായത് നിങ്ങളിപ്പം ഒരു ബാങ്കിൽ പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നല്ല ക്രെഡിറ്റ് സ്കോർ ഇപ്പോൾ 750 എബവ് ഒക്കെ ആണ് എങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലോൺ പാസ്സായിട്ട് കിട്ടുന്നത് കാണാൻ പറ്റും. ഓക്കെ, ലോവർ ഇൻട്രസ്റ്റ് റേറ്റ്, ഇപ്പോൾ മറ്റ് പലർക്കും ബാങ്ക് ലോൺ കൊടുക്കുന്നത് 18-22% എങ്കിൽ നിങ്ങൾക്ക് നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ബാങ്ക് വളരെ ചെറിയ ഇൻട്രസ്റ്റിൽ നിങ്ങൾക്ക് ലോൺ തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. 13 മുതൽ 14%, അങ്ങനെ ഒരു ലോവർ റേഞ്ചിൽ നിങ്ങൾക്ക് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ എന്താണ് ഹയർ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ്സ്. ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ ഇപ്പം ലോവർ ക്രെഡിറ്റ് സ്കോറുള്ള ഒരാളാണെങ്കിൽ ചിലപ്പം 60,000 വരെയൊക്കെ ആയിരിക്കും അവർക്ക് ലോണ് കൊടുക്കുക. എന്നാൽ നല്ല ക്രെഡിറ്റ് സ്കോറുള്ള ഒരാളാണെങ്കിൽ 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം അങ്ങനെ അവരുടെ ക്രെഡിറ്റ് ലിമിറ്റിനനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും പോകാൻ പറ്റും അല്ലേ. അല്ലെങ്കിൽ അവരുടെ ക്രെഡിറ്റ് സ്കോറിനനുസരിച്ചിട്ടും അവരുടെ ഇൻകം കപ്പാസിറ്റി ഒക്കെ അനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും ലോൺ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ബെറ്റർ ജോബ് പ്രോസ്പെക്ട്സ് ഇൻ സം സെക്ടർ. അതായത് ഈ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ പെട്ടെന്ന് ജോലി കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എക്സാമ്പിൾ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ബാങ്കിങ് റിലേറ്റഡ്, ഇൻഷുറൻസ് റിലേറ്റഡ്, അതുമല്ലെങ്കിൽ മറ്റ് RBI മേഖല, അവിടെയൊക്കെ നിങ്ങൾ
വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്ന ആളാണ് എങ്കിൽ ഗുഡ് ക്രെഡിറ്റ് സ്കോർ, നിങ്ങൾക്ക് നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോബ് കിട്ടാനുള്ള പ്രോബിലിറ്റി കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. പുവർ ക്രെഡിറ്റ് സ്കോർ ആണെങ്കിലോ ഹയർ ലോൺ റിജക്ഷൻ റേറ്റ്സ്, നിങ്ങളൊരു ലോൺ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ലോൺ കിട്ടാൻ തന്നെയുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലോൺ കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരുപാട് കയറി ഇറങ്ങേണ്ടി വരും അല്ലേ. ഹയർ കോസ്റ്റ് ഓഫ് ബോറോയിങ്, നിങ്ങൾക്കിപ്പോൾ ഒരു ചെറിയൊരു ലോൺ എടുക്കണമെങ്കിൽ നിങ്ങൾ വലിയ രീതിയിലുള്ള ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾ 36% വരെയൊക്കെ നിങ്ങൾ ഇൻട്രസ്റ്റ് കൊടുത്താലേ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ലോൺ, പ്രീ അപ്രൂവ്ഡ് ലോൺ നിങ്ങൾക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റ് യുവർ ക്രെഡിറ്റ് സ്കോർ. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതിൽ 35% വരുന്നത് നിങ്ങളുടെ പേയ്മെൻറ്റ് ഹിസ്റ്ററി തന്നെയാണ്. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെടുത്ത ലോൺ കൃത്യമായിട്ട് റീപേ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വളരെ ശക്തമായിട്ടും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഘടകമാണ്. നിങ്ങൾ കൃത്യമായ അളവിൽ നിങ്ങൾ റീപേയ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രത്തോളം നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ കൂടാനുള്ള പ്രോബിലിറ്റി 35% ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ് ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ. അത് കാര്യമായ അളവിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം 1 ലക്ഷം രൂപ നിങ്ങൾക്ക് മാക്സിമം ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ട് എങ്കിൽ നിങ്ങൾ അതിൻ്റെ 30%, അതായത് 30,000 രൂപ നിങ്ങൾ മാക്സിമം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. യൂസിങ് ലെസ് ദാൻ 30% ഓഫ് അവൈലബിൾ ക്രെഡിറ്റ് ലിമിറ്റ്. 30% മുകളിൽ നിങ്ങൾക്ക് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാതിരിക്കുക. കാരണം 30% വരെ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കൂടുതലായിട്ട് നിങ്ങൾക്ക് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. പിന്നെ എന്താണ് ക്രെഡിറ്റ് ഏജ് ആണ്. ഓൾഡർ അക്കൗണ്ട്സ് ഈക്വൽ ടു ബെറ്റർ സ്കോർ. അതായത് നിങ്ങൾ മുമ്പ് എടുത്ത് വെച്ച ക്രെഡിറ്റ് സ്കോർ അല്ലെങ്കിൽ ക്രെഡിറ്റ് അക്കൗണ്ട്സുകളൊക്കെ ഉണ്ടാകും, അത് നിങ്ങൾ പരമാവധി ക്ലോസ് ചെയ്യാണ്ട് നിൽക്കുക. എത്രത്തോളം പഴകുന്നുവോ അത്രത്തോളം നല്ലതാവും. അതായത് ക്രെഡിറ്റ് സ്കോർ നിങ്ങൾക്ക് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഓൾഡർ അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി ക്ലോസ് ചെയ്യാതെ ഇരിക്കുക. ക്രെഡിറ്റ് മിക്സ് 10%, എ മിക്സ് ഓഫ് സെക്യൂർഡ് ഹോം ലോൺസ് ആൻഡ് അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ്സ് ക്രെഡിറ്റ്. അതായത് നിങ്ങൾ ക്രെഡിറ്റ് എടുക്കുമ്പം നിങ്ങൾ കുറച്ച് സെക്യൂർഡ് ആയിട്ടുള്ള ലോൺ എടുക്കുക. സെക്യൂർഡ് ആയിട്ടുള്ള ലോൺ മീൻസ് നിങ്ങളൊരു അസറ്റ് കൊലാറ്ററലായി വെച്ചുകൊണ്ട് നിങ്ങൾ ലോൺ എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് വഴിയും ലോൺ എടുക്കുക. പല രീതിയിലുള്ള മിക്സ്ചർ ഓഫ് ലോൺ എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം ബാങ്ക് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് അൺസെക്യൂർഡ് ലോൺ ഉണ്ട്, സെക്യൂർഡ് ലോൺ ഉണ്ട്, മറ്റ് പല ലോൺ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസ്യത ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് പിടിച്ചു പറ്റാൻ പറ്റിയാൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഇംപ്രൂവ് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ന്യൂ ക്രെഡിറ്റ് ആപ്ലിക്കേഷൻസ്. അവോയ്ഡ് ഫ്രീക്വൻറ്റ് ക്രെഡിറ്റ് ഇൻക്വയറീസ്. നിങ്ങൾ പെട്ടെന്ന് പുതിയ ഒരു ക്രെഡിറ്റ് എൻക്വയറീസ് കൂടുതലായിട്ടും അല്ലെങ്കിൽ ഒരു ചുരുങ്ങിയ കാലയളവിൽ കൂടുതലായിട്ട് നിങ്ങൾ നടത്താതിരിക്കുക. കാരണം ബാങ്ക് വിശ്വസിക്കും നിങ്ങൾക്ക് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റൂ, ലോൺ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ടാകും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ അത് സാരമായ രീതിയിൽ ബാധിക്കും. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് ഡെപ്റ്റ് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. വളരെ സിമ്പിളാണ്. ദ പ്രോസസ് ഓഫ് എഫക്റ്റീവ്ലി പ്ലാനിങ് ആൻഡ് മാനേജിങ് യുവർ ഡെപ്റ്റ് ടു മിനിമൈസ് ഫിനാൻഷ്യൽ സ്ട്രെസ്. നിങ്ങളുടെ ഡെപ്റ്റ് വളരെ ശക്തമായിട്ട് എങ്ങനെ മാനേജ് ചെയ്യുന്നു, അതാണ് ഡെപ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്, നമ്മൾ അടുത്ത ഇതിൽ കാണിച്ചു തരാം. ഒരു ഡെപ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് റെഡ്യൂസ് ഡെപ്റ്റ് ലോഡ്. അതായത് നിങ്ങൾക്ക് വലിയ അളവിൽ നിങ്ങൾക്ക് ഒരു 10 ലക്ഷം രൂപ കടമുണ്ടെങ്കിൽ ആ 10 ലക്ഷം രൂപ കടം കുറച്ച് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഡെപ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇംപ്രൂവ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അവോയ്ഡ് ഡിഫോൾട്ട്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോമൺ ടൈപ്സ് ഓഫ് ഡെപ്റ്റ്, അതായത് പൊതുവെ 4 തരത്തിലുള്ള ഡെപ്റ്റ് ആണ് ഉള്ളത്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഒന്ന് സെക്യൂർഡ് ഡെപ്റ്റ് ആണ്. ലോൺസ് ബാക്ക്ഡ് ബൈ അസറ്റ്സ്, ഹോം, കാർ ലോൺസ്. ഓക്കെ, അതായത് നിങ്ങൾ ഒരു വീട് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹോം ലോൺ എന്ന് പറയുന്നത് അവിടെ ഒരു അസറ്റ് ബാക്ക്ഡ് ആണ് അല്ലേ, അസറ്റ് കൊലാറ്ററലായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്, അത് ഹോം തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളൊരു കാർ വാങ്ങുമ്പം അല്ലെങ്കിൽ ഒരു കാർ ലോൺ എടുക്കുമ്പം അവിടുത്തെ അസറ്റ് കൊലാറ്ററലായി വെച്ചത് കാറാണ്, അത് സെക്യൂർഡ് ആണ് അല്ലേ. നിങ്ങളിപ്പം ആ പൈസ തിരിച്ചടച്ചിട്ടില്ല എങ്കിൽ ബാങ്ക് അത് ജപ്തി ചെയ്ത് കൊണ്ടുപോകും. രണ്ടാമത്തത് അൺസെക്യൂർഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പേഴ്സണൽ ലോൺ, ഇതൊക്കെ അൺസെക്യൂർഡ് ആണ്. അൺസെക്യൂർഡ് ഡെപ്റ്റ്. ഈ അൺസെക്യൂർഡ് ഡെപ്റ്റിൽ ബാങ്കിന് പൈസ തിരിച്ച് കിട്ടാനുള്ള പോസിബിലിറ്റി അല്ലെങ്കിൽ പ്രോബിലിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണ്. സോ ബാങ്ക് അൺസെക്യൂർഡ് ഡെപ്റ്റിൽ കൂടുതലായിട്ടും ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. റിവോൾവിംഗ് ഡെപ്റ്റ്. ക്രെഡിറ്റ് കാർഡ്സ് വിത്ത് വേരിയബിൾ റീപേയ്മെൻറ്റ് എമൗണ്ട്. റിവോൾവിംഗ് ഡെപ്റ്റ് എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ, റിയൽ ലൈഫ് എക്സാമ്പിൾ നമ്മൾ പറയാം. നിങ്ങൾക്കിപ്പം ഒരു ആമസോണിൽ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ടാവും, സർട്ടൈൻ പെർസെൻറ്റേജ്. അത് 50,000 ആകാം, 40,000 ആകാം, എത്രയും ആകാം. ഓക്കെ, ഈ ഒരു അളവിൽ നിങ്ങൾക്ക് ലോൺ എടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു എമൗണ്ട് വരെ മാക്സിമം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഇവർ തരുന്നു. ഓക്കെ, അത് കഴിയുമ്പം നിങ്ങൾ ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു അളവിലുള്ള ലോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പർട്ടിക്കുലർ ഡേറ്റിനുള്ളിൽ അത് തിരിച്ചടക്കുക. വീണ്ടും നിങ്ങൾക്ക് ആ ഒരു ലോൺ
കിട്ടാൻ തുടങ്ങും. അതിനെയാണ് റിവോൾവിംഗ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. 60,000 അല്ലെങ്കിൽ 50,000 രൂപ വീണ്ടും നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ആയിട്ട് നിങ്ങൾക്ക് ലോൺ എടുത്ത് കൊണ്ടുപോകാം. അപ്പോൾ നിങ്ങൾ 10,000 രൂപയുടെ ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് ബാക്കിയുള്ള ഒരു ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് 40,000 രൂപയായിരിക്കും. ഓക്കെ, അങ്ങനെ നിങ്ങൾ വീണ്ടും ആ 10,000 രൂപ അടച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റ് വീണ്ടും 50,000 രൂപയ്ക്ക് വീണ്ടും അത് സെറ്റ് ആകും. അങ്ങനെ ഒരു പർട്ടിക്കുലർ ലെവലിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു ഡെപ്റ്റാണ് റിവോൾവിംഗ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? ഇൻസ്റ്റാൾമെൻറ്റ് ഡെപ്റ്റ് ആണ്. നമ്മൾ യൂഷ്വലി ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ മറ്റ് പല ആപ്ലിക്കേഷനിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ EMI നമ്മൾ പർച്ചേസ് ചെയ്യാറുണ്ട് അല്ലേ? ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്സ് ആണ്. സോ അതാണ് EMI ഡെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് യുവർ ക്രെഡിറ്റ് സ്കോർ. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ നിങ്ങൾക്ക് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും ആദ്യം തന്നെ പറയുന്നത് പേ ബിൽസ് ഓൺ ടൈം. പരമാവധി നിങ്ങൾ ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യൂ ഡേറ്റിനുള്ളിൽ, അല്ലെങ്കിൽ ക്രെഡിറ്റ് ലോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഡ്യൂ ഡേറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ അടച്ചു തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സെറ്റ് റിമൈൻഡേഴ്സ് ആർ ഓട്ടോ പേയ്മെൻറ്റ് ഓട്ടോ പേയ്മെൻറ്റ്സ്. അതായത് നിങ്ങൾ ബാങ്കിൽ തന്നെ നിങ്ങൾ ഫ്രീ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. ഈ ഒരു ഡേറ്റിനുള്ളിൽ പൈസ കട്ടാവും എന്നുള്ള രീതിയിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള അളവിൽ നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ബാലൻസും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എന്താണ്? ലോവർ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ. എയിംസ് ടു യൂസ് 30% ഓർ ലെസ് ഓഫ് യുവർ ക്രെഡിറ്റ് ലിമിറ്റ്. നിങ്ങളുടെ ഒരു ക്രെഡിറ്റ് ലിമിറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് 1 ലക്ഷമാണ് എങ്കിൽ നിങ്ങൾ മാക്സിമം 30,000 വരെ ലോൺ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ കൂടുതൽ എടുക്കാതെ ഇരിക്കുക. ഓക്കെ, പിന്നെ എന്താണ്? ചെക്ക് യുവർ ക്രെഡിറ്റ് റിപ്പോർട്ട്. നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് നിങ്ങൾ മാക്സിമം എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഒരു സ്റ്റാൻഡേർഡ് ബേസിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഓരോ 3 മാസ കാലയളവിലും നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് നിങ്ങൾ സിബിൽ സ്കോർ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ പല ഗൂഗിൾ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അതിൽ കാര്യമായ രീതിയിൽ കുറവുണ്ട് എങ്കിൽ അത് മെച്ചപ്പെടുത്താനുള്ള ശ്രമം നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അവോയ്ഡ് ഹാർഡ് എൻക്വയറീസ്. അത് ഒരുപാട് ഒരു ചുരുങ്ങിയ കാലയളവിൽ കൂടുതലായിട്ട് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻക്വയറീസ് നിങ്ങൾ പല ബാങ്കിലും പോയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാതിരിക്കുക. കാരണം നിങ്ങൾ കൂടുതലായിട്ടും ലോണ് ഡിപ്പെൻഡ് ആണ് എന്ന് ബാങ്ക് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ശക്തമായിട്ട് ബാധിക്കും. പിന്നെ എന്താണ്? കീപ് ഓൾഡ് അക്കൗണ്ട്സ് ഓപ്പൺ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ, ലോങ്ങർ ഹിസ്റ്ററി ഇംപ്രൂവ്സ് യുവർ സ്കോർ. ഇനി ഡെപ്റ്റ് മാനേജ്മെൻറ്റ് ടിപ്സ് ആണ് നമ്മളുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഒന്ന്, ക്രിയേറ്റ് എ ബഡ്ജറ്റ്. കൃത്യമായിട്ടുള്ള രീതിയിൽ ബഡ്ജറ്റ് ഉണ്ടാക്കുക. അലോക്കേറ്റ് ഫണ്ട്സ് ഫോർ എസെൻഷ്യൽ എക്സ്പെൻസസ് ആൻഡ് ഡെപ്റ്റ് റീപേയ്മെൻറ്റ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ അത്യാവശ്യം വേണ്ട എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെൻസ് നിങ്ങൾ മാറ്റി വെക്കുക. അതുപോലെ തന്നെ ഡെപ്റ്റ് റീപേയ്മെൻറ്റ്, അതായത് കടം തിരിച്ചടക്കാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ടും നിങ്ങൾ മാറ്റി വെക്കുക. ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ മാസം വരുന്ന ഇൻകത്തിൽ നിന്ന് നിങ്ങൾ ഫിക്സഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ക്ലാസിഫൈ ചെയ്ത് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്ത എന്താണ്? സ്നോബോൾ മെത്തേഡാണ്. സ്നോബോൾ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാർട്ട് സ്മോൾ വിത്ത് സ്മോൾ ഡെപ്റ്റ് ടു ഗെയിൻ മൊമെൻറ്റം. അതായത് ഇനീഷ്യലി, അതായത് നിങ്ങൾ ആദ്യം ലോണ് ചെറിയ രീതിയിൽ അടച്ചു തീർക്കുന്ന ഒരു മെത്തേഡാണ് സ്നോബോൾ എന്ന് പറയുന്നത്. ചെറിയ ഇൻട്രസ്റ്റ് ഉള്ള തുക അല്ലെങ്കിൽ ചെറിയ ഇൻട്രസ്റ്റിലുള്ള ലോണ് നിങ്ങൾ ചെറുങ്ങനെ അടച്ചടച്ച് തീർക്കുക. അതിന് നേരെ ഓപ്പോസിറ്റാണ് അവലാഞ്ചെ മെത്തേഡ് എന്ന് പറയുന്നത്. പേ ഓഫ് ഹൈ ഇൻട്രസ്റ്റ് ഡെപ്റ്റ് ഫസ്റ്റ്. വലിയ രീതിക്കുള്ള ഇൻട്രസ്റ്റ്, ഇപ്പം നമ്മൾ ഒരു 1 ലക്ഷം രൂപ ലോൺ എടുത്തത് 36% ഇൻട്രസ്റ്റിലാണ് എങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം അടച്ചു തീർക്കാൻ ശ്രമിക്കേണ്ടത് ഈ 36% ഇൻട്രസ്റ്റ് ഉള്ള ലോണാണ്. കാരണം ഓരോ മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോ വർഷം കഴിയും തോറും അതിൻ്റെ കോമ്പൗണ്ട് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടും ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരും. അത് വലിയൊരു തുകയായിട്ട് മാറും. ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഐ ബട്ടണിൽ കൊടുക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. നെഗോഷിയേറ്റ് വിത്ത് ലെൻഡേഴ്സ്. ആസ്ക് ഫോർ റെഡ്യൂസ്ഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഓർ റീപേയ്മെൻറ്റ് പ്ലാൻസ്. നിങ്ങളൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പം നിങ്ങൾക്ക് നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ബാങ്കിനെ പറയുക. അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കുക. നമുക്ക് ഇത്രയും അധികം ക്രെഡിറ്റ് സ്കോർ ഉണ്ട്, നമുക്ക് ഇൻട്രസ്റ്റ് കുറച്ച് ലോൺ തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ തരിക എന്ന് നിങ്ങൾ അഭ്യർത്ഥിക്കുക. സോ അങ്ങനെ നിങ്ങൾക്ക് ലോൺ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. കൺസോളിഡേറ്റ് ഡെപ്റ്റ്. കമ്പൈൻ ലോൺസ് ഫോർ എ ലോവർ ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, ഇനി അടുത്ത് എന്താണ്? മിസ്റ്റേക്സ് ടു അവോയ്ഡ് ഡെപ്റ്റ് മാനേജ്മെൻറ്റ്. ഡെപ്റ്റ് മാനേജ്മെൻറ്റിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് മിസ്റ്റേക്സിനെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇഗ്നോറിംഗ് മിനിമം പേയ്മെൻറ്റ്സ് ലീഡ്സ് ടു പെനാൽറ്റീസ് ആൻഡ് എ ഡ്രോപ്പ് ഇൻ ക്രെഡിറ്റ് സ്കോർ. ഓക്കെ, നിങ്ങളിപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഒരു ലോൺ അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡ് ലോൺ എടുത്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ ഡ്യൂ ഡേറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് നടത്താൻ വേണ്ടി ശ്രമിക്കുക. കാരണം ആ ഒരു ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ വളരെ അധികം ഇൻട്രസ്റ്റ് ആണ് ഈ ക്രെഡിറ്റ് കാർഡ് കമ്പനീസൊക്കെ കൂടുതലായിട്ടും ചാർജ് ചെയ്യുന്നത്. അടുത്ത ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ടേക്കിംഗ് മോർ ഡെപ്റ്റ് ടു പേ ഓഫ് ഡെപ്റ്റ്. അതായത് നിങ്ങൾ ഒരു ഡെപ്റ്റ് അടച്ചു തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറ്റൊരു സൈഡിൽ നിന്ന് നിങ്ങൾ ഡെപ്റ്റ് എടുക്കുക.
അത് വളരെ മോശമായിട്ടുള്ള സംഭവമാണ്. അത് നിങ്ങൾക്ക് ഒരു വീഷ്യസ് സൈക്കിളായി മാറും, അതായത് ഒരു ദുഷിച്ച ഒരു ചക്രമായിട്ട് മാറും അല്ലേ. അത് നിങ്ങൾക്ക് ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ലോൺ അല്ലെങ്കിൽ ഒരു ഇത് അടക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് കൊളാപ്സ് ആയിട്ട് നിങ്ങൾക്ക് വലിയ രീതിക്കുള്ളൊരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഇതാണ് ഓൾഡ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുക, റെഡ്യൂസസ് ക്രെഡിറ്റേജ്. പിന്നെ മിസ്സിംഗ് പേയ്മെൻറ്റ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് നെഗറ്റീവ് എഫക്റ്റ് ആണ് അത് ഉണ്ടാക്കുക. നിങ്ങൾ യാതൊരു കാരണവശാലും നിങ്ങൾ ക്രെഡിറ്റ് കാർഡിൽ നിന്നൊക്കെ ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡ്യൂ ഡേറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ പൈസ അടച്ചു തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓവർ റിലയൻസ് ഓൺ ക്രെഡിറ്റ്, നിങ്ങൾ കാര്യമായ രീതിയിൽ അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ ക്രെഡിറ്റ് കാർഡിനെ ആശ്രയിച്ച് ജീവിക്കാതിരിക്കുക. കാരണം അത് വളരെ വലിയൊരു മോശമായിട്ടുള്ളൊരു മതിപ്പ് പിന്നെ നിങ്ങൾക്ക് ലോൺ തരുന്ന ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ബാങ്ക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടാക്കും. ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞുതരാം ക്രെഡിറ്റ് മാനേജ്മെൻറ്റിൻ്റെ. ഇൻഡിവിജ്വൽ വിത്ത് എ ക്രെഡിറ്റ് സ്കോർ ഓഫ് 520 സക്സസ്ഫുള്ളി ഇൻക്രീസ്ഡ് ഇറ്റ് ടു 785. അതായത് ഒരു 520 റേഞ്ചിൽ ക്രെഡിറ്റ് സ്കോർ ഉള്ള ഒരു വ്യക്തി അവരുടെ ക്രെഡിറ്റ് ലിമിറ്റ് അല്ലെങ്കിൽ അവരുടെ ക്രെഡിറ്റ് സ്കോർ 780 എത്തിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 750 മുകളിലാണെങ്കിൽ എക്സലൻറ്റ് കാറ്റഗറിയിലാണ് അവർ വരുന്നത്. എങ്ങനെയാണ് ഇത് വന്നിട്ടുണ്ടാകുക? ഒന്ന്, റെഡ്യൂസിങ് ക്രെഡിറ്റ് കാർഡ് യൂസേജ് കുറച്ചിട്ടുണ്ടാകും. പേ ഓഫ് ഡെബ്റ്റ്സ് വിത്ത് അവലാഞ്ചെ മെത്തേഡ്, ഹൈ ഇൻട്രസ്റ്റ് ലോണിനെ പെട്ടെന്ന് തന്നെ അടച്ചു തീർക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ശ്രമിച്ചിട്ടുണ്ടാകും. പിന്നെന്താണ്, മോണിറ്ററിങ് ആൻഡ് ഡിസ്പ്യൂട്ടിങ് എറേഴ്സ് ഇൻ ക്രെഡിറ്റ് റിപ്പോർട്ട്സ്, അതായത് ഓരോ 3 മാസ കാലയളവിൽ അയാൾ കൃത്യമായ രീതിയിൽ അയാളുടെ ക്രെഡിറ്റ് കാർഡിനെ അപഗ്രഥിച്ചുകൊണ്ട് വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് അവർ ഇവരുടെ ക്രെഡിറ്റ് സ്കോർ ഇമ്പ്രൂവ് ആക്കിയത്. അതും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കീ ടേക്ക് അവേസ്, കീപ് ട്രാക്ക് ഓഫ് യുവർ ക്രെഡിറ്റ് സ്കോർ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെ, ഓരോ 3 മാസ കാലയളവിൽ നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ നോക്കുക. മാനേജ് ഡെപ്റ്റ് പ്രൊയാക്റ്റീവ്ലി, വളരെ സജീവമായിട്ട് തന്നെ നിങ്ങളുടെ ഡെപ്റ്റിനെ നിങ്ങൾ കൺസിഡർ ചെയ്യുക. പ്ലാൻ ഫോർ ദ ഫ്യൂച്ചർ ടു സ്റ്റേ ഫിനാൻഷ്യലി സ്റ്റേബിൾ. എ ഗുഡ് ക്രെഡിറ്റ് സ്കോർ ഈസ് യുവർ ഫിനാൻഷ്യൽ പാസ്പോർട്ട് ടു എ ബെറ്റർ ലൈഫ്. നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ഭാവിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോൺ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഫണ്ട് വേണ്ടി വരും അല്ലേ. ആ ഫണ്ട് കിട്ടാനുള്ള പോസിബിലിറ്റി കൂട്ടിത്തരും നല്ലൊരു ക്രെഡിറ്റ് സ്കോർ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ കൊടുക്കുന്ന ഹൈ ഇൻട്രസ്റ്റ് ലോണാണ് എങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചുകൊണ്ട് നിങ്ങൾക്ക് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് നിങ്ങൾക്ക് കൂടുതലായിട്ടും ബെനിഫിറ്റ് ആയിരിക്കും നിങ്ങളുടെ ഭാവിയിൽ ഉണ്ടാക്കി തരിക. ഓക്കെ, നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, എന്ത് തന്നെ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. ഓക്കെ, വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.